ക്രിസ്തുവിനെ അല്ലാതെ ഒരു ഭരണകൂടത്തെയും ഭയപ്പെടുന്നില്ല. രാജ്യം ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ കയ്യിലായിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നെഞ്ചൊരു തീ പോലെയാണ്. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഏത് സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കാം. കേരളത്തിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വണ്ടി കയറിയ ആ വണ്ടി ചെന്നു നിൽക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും. അവിടെ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റൂ. ഗൾഫ് രാജ്യങ്ങളിൽ ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ചൈനയിലും ഒന്നും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. ഇന്ത്യയിലേക്ക് വന്നാൽ ഹൈദരാബാദിലും കാശ്മീരിലും ലക്നൌവിലും ആലിഗഡിലും എന്തിനേറെ പറയുന്നു, നമ്മുടെ മലപ്പുറത്ത് പോലും ഇവർക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ട. മലപ്പുറമാകുമ്പോൾ ട്രെയിനിന്റെ വിൻഡോ താഴ്ത്തിട്ട് കിടന്നങ്ങുറങ്ങും. അതെന്താ, അവിടെയുള്ള മനുഷ്യർക്കൊക്കെ രക്ഷ വേണ്ടേ? അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ തല പോകും. അതുകൊണ്ട് സേഫായി ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നു. ലബനനും സിറിയയും ഇറാഖും ഒക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു ഒരു കാലത്ത്. ഇന്നിപ്പോൾ യൂറോപ്പിൽ പോലും ക്രിസ്ത്യാനിറ്റി ഇല്ലാതാവുകയാണ്. പുരോഹിതവർഗത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇന്ത്യയിൽ ഭൂരിപക്ഷ ജനതയ്ക്കില്ലാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകി ഇവരെ ഭൂരിപക്ഷ സമൂഹം എപ്പോഴും കൂടെ നിർത്തി. ഇപ്പൊ തങ്ങൾ എന്തൊക്കെയോ ആണെന്ന തോന്നലുണ്ടായപ്പോൾ ഹിന്ദുത്വം ഭീഷണിയാണത്രേ. വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന് കൃത്യമായ കണക്ക് കാണിക്കണം. ഇത് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നത്. ഉള്ളിൽ കിടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നിലനിൽപ്പിനു വേണ്ടി ഭൂരിപക്ഷ ജനതയുടെ മുന്നിൽ മതേതര മുഖം മൂടി അണിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിദേശ സഹായമില്ലാതെ സുവിശേഷ പ്രഘോഷണം പറ്റില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പള്ളികളിൽ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിയുന്നത്? വിദേശ പണവും വേണം, ഇവിടുത്തെ വിശ്വാസികളുടെ പണവും വേണം. പക്ഷെ കണക്കുകളൊന്നും ഞങ്ങൾ കാണിക്കില്ല. വിദേശ പണത്തിന്റെ കണക്കുകൾ ജനാധിപത്യ സർക്കാർ ചോദിച്ചാൽ ഉടൻ തുടങ്ങും ന്യൂനപക്ഷ പീഡനം, പൗരാവകാശ ലംഘനം എന്നൊക്കെ പറഞ്ഞുള്ള മോങ്ങലുകളും വോട്ട് ബാങ്ക് കാണിച്ചുള്ള ബ്ലാക്ക് മെയിലിങ്ങും. ഇനി കണക്കുകൾ ചോദിക്കുന്നത് വിശ്വാസികളാണെങ്കിലും ഉടൻ അവർക്ക് നേരെ ശാപവാക്കുകൾ ചൊരിയും. എത്രയൊക്കെ ഇരവാദമിറക്കിയാലും വോട്ട് ബാങ്ക് കാണിച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന വിശ്വാസികൾക്ക് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞാലും ഒരു കാര്യവുമില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇവിടെ കൃത്യമായി കണക്കുകൾ കാണിക്കണം, കണക്കുകൾ ചോദിക്കുക തന്നെ ചെയ്യും. അതിപ്പോ രാജ്യത്തെ ജനാധിപത്യ സർക്കാരാണെങ്കിലും വിശ്വാസ സമൂഹമാണെങ്കിലും. കർത്താവിന്റെ രണ്ടാം വരവിൽ ആദ്യം ചെയ്യുക പണ്ട് ജെറുസലേം ദേവാലയത്തിൽ ചെയ്തതുപോലെ ചാട്ടവാറെടുത്ത് ഈ പുരോഹിത വർഗത്തെ തല്ലി ഓടിക്കലായിരിക്കും എന്നത് 100 വട്ടം ഉറപ്പാണ്.